ഈ നാടിനെ മുഴുവൻ വിറ്റ് കാശാക്കുന്ന രാഷ്ട്രീയ കുമ്മാട്ടിക്കളി നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറയായി. ചിന്ത 2 ടീമിലായി 67.37 ലക്ഷം രൂപ ശമ്പളം വാങ്ങിയിട്ടുണ്ടെന്നാണ്. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? 1.14 കോടി രൂപ രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം മാത്രം യുവജന കമ്മീഷൻ ചെലവാക്കി എന്നുള്ളതാണ് പറയുന്നത്. ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. അത്ര പണം മുടക്കിക്കൊണ്ട് ഈ യുവജന കമ്മീഷൻ നാട്ടിലെ യുവാക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്താണ്? ഞാനും ചെയ്തില്ല. അതെ, നീ ഒന്നും ചെയ്യുന്നില്ല. അനധികൃതമായി അനർഹമായി ഒരു തുക പോലും ഞാൻ കൈപ്പറ്റിയിട്ടില്ല. പക്ഷെ 67.37 ലക്ഷം എന്ന് പറയുന്നത് ഈ നാടിനെ സംബന്ധിച്ച് ഒരു ചെറിയ തുകയല്ല, വലിയ തുകയാണ്. പണം എനിക്കൊരു പ്രശ്നമല്ല. ഒക്കെ ഞങ്ങളെ പറ്റിച്ചുണ്ടാക്കിയതല്ലേ. ഇത്രയും പണം വാങ്ങുന്നു എന്ന ആശങ്ക ഉണ്ടാവുന്നതും എന്ത് ചെയ്യുന്നു എന്ന് കൃത്യമായി പറയണ്ടേ? മിസ്റ്റർ ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. യുവജന കമ്മീഷന്റെ ചട്ടങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ഇടപെടാൻ കഴിയുന്ന വിഷയങ്ങൾക്കകത്തെല്ലാം ഇടപെട്ടിട്ടുണ്ട്. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. ഒരു 5 കാര്യങ്ങൾ പറയാമോ? നമ്മൾ അദാലത്ത് നടത്തി, നമ്മൾ സെമിനാർ നടത്തി, അങ്ങനെ പറഞ്ഞു കൊടുക്കണ നമ്മൾ ഓരോ മനുഷ്യരുടെയും ജീവിതങ്ങൾക്കകത്ത് ഇടപെട്ടു. രാജ്യത്ത് ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അദാലത്ത് നടത്തി. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? ഇതെല്ലാം യൂത്ത് കമ്മീഷന്റെ ഇടപെടലുകളല്ലേ? രാജേഷ് സമയത്ത് ചിന്തയുടെ സമയത്ത് ഉണ്ടായ ഒരു 10 കാര്യം എന്താണ്? അതുപോലെ പറഞ്ഞോളൂ, ധൈര്യത്തിൽ പറഞ്ഞോളൂ. ട്രാൻസ്ജെൻഡേഴ്സിന് പ്രത്യേക കോളം വേണം എന്ന് PSCക്ക് ശുപാർശ നൽകുന്നു. ആ കോളം ഉണ്ടാകുന്നു. 100% ഞാൻ യോജിക്കുന്നു. പുതുപ്പള്ളിക്ക് 7000 പേര് വിട്ടുപോയെന്ന് പറഞ്ഞ ആ ചെറിയ മണ്ഡലത്തിൽ തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. നാട് വിട്ടുപോയെന്നാ പറയുന്നത്. അങ്ങനെ നാട് വിട്ടു പോകുന്ന ഒരു സ്ഥലത്ത് അവരെ ഇവിടെ പിടിച്ചു നിർത്താൻ കമ്മീഷൻ കൊടുത്ത ശുപാർശ, നടത്തിയ പഠനം, അതിനടിസ്ഥാനത്തിലുണ്ടായ പരിഹാരം എന്ന് പറയാൻ കഴിയും. അദാലത്ത് പറഞ്ഞ കാര്യം എന്താണെന്ന് ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. ഇത്തരം വിഷയങ്ങൾക്കകത്തെല്ലാം കമ്മീഷന്റെ ചട്ടങ്ങൾക്കകത്ത് നിന്ന് ഇടപെടാൻ കഴിയുന്ന മേഖലകളിലെല്ലാം ഇടപെട്ടിട്ടുണ്ട്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ.